തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ, ഈ വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ കേൾക്കുന്ന വചനം നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ഒരു അഭിഷേകമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷ നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്ന് പങ്കെടുക്കുന്നെങ്കിലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ വചനമേ ഞങ്ങളെ ഉണർവും ഉന്മേഷവും നൽകി അഭിഷേകത്തിൽ നയിക്കണമേ. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന അഭിഷേക വചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ 8-ാം അധ്യായം 28-ാം തിരുവചനമാണ്. വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അനേകർക്ക് വളരെ പരിചയമുള്ള ഒരു ദൈവവചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചു കൊള്ളണം. 1, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. 2, നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ പദ്ധതി അനുസരിച്ച് എല്ലാം ക്രമീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെയെങ്കിൽ 1-ൻ്റെയും 2-ൻ്റെയും കാര്യത്തിൻ്റെ 3-ാമത്തെ ഉത്തരമെന്ന വണ്ണം വചനം പഠിപ്പിക്കുന്നു: എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഈ മണിക്കൂറിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി മാറ്റുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ വചനമായി മാറപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ ഒരു സുപ്രധാനമായ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ വചനം പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: വിജയിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ജീവിതത്തിൽ വിജയിക്കുവാൻ, അഭിഷേകത്തോടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നിൻ്റെ ഉള്ളിൽ നിനക്ക് പറയാം വിജയിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിൻ്റെ ഉള്ളിൽ നിനക്ക് ഏറ്റുപറയാവുന്ന ഒരു അത്ഭുത നിമിഷമാണ്. ഞാനിത് ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം ഒത്തിരി വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയപ്പോഴൊക്കെ പലരും അവരുടെ ജീവിതത്തിൻ്റെ, വിജയിക്കാൻ പറ്റാത്തതിൻ്റെ, പരാജയത്തിൻ്റെ കാരണങ്ങൾ എണ്ണിപ്പെറുക്കി ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ അപ്രകാരം കേട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കടന്നു പോവുകയാണ്. പരാജയത്തിന് കാരണങ്ങൾ ഒട്ടനവധിയാണ്. ഇക്കഴിഞ്ഞ നാളിൽ ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ വന്ന് കണ്ണുനീരോടെ പറഞ്ഞു: അച്ഛാ, എൻ്റെ വിവാഹ ജീവിതമാണ് എൻ്റെ പരാജയത്തിന് കാരണം. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു: ഞാൻ കല്യാണം കഴിച്ച വ്യക്തി മദ്യപാനിയാണ്. ആ മദ്യപാനിയായിട്ടുള്ള ഭർത്താവിനെ കിട്ടിയ അന്നു മുതൽ എൻ്റെ ജീവിതം നരകതുല്യമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പരാജയത്തിന് കാരണം എൻ്റെ ഭർത്താവാണ് എന്നു പറഞ്ഞു തുടങ്ങി അക്കമിട്ട് ആ സ്ത്രീ ഭർത്താവിൻ്റെ കുറവുകൾ, പോരായ്മകൾ, മദ്യപാനം മൂലം കുടുംബത്തിൽ വന്നു തീർന്നിട്ടുള്ള ദുരന്തങ്ങൾ, ദുരന്ത ഫലങ്ങൾ എന്നിങ്ങനെ പലതും എണ്ണിപ്പെറുക്കി പറയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: എൻ്റെ ഭർത്താവാണ് എൻ്റെ പരാജയത്തിന് കാരണം. മറ്റൊരു കുടുംബം പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ തകർച്ചകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ കുടുംബനാഥൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു: അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്താണെന്ന് അച്ഛനറിയോ? ഞങ്ങളുടെ കുടുംബത്തിനെതിരെ മറ്റൊരു കുടുംബം ക്ഷുദ്രവിദ്യ ചെയ്ത് ഞങ്ങളെ നശിപ്പിക്കുന്നു. അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിനെതിരെ കൂടോത്രം ചെയ്ത് മറ്റൊരു കുടുംബം ഞങ്ങളെ നശിപ്പിക്കുന്നു. എന്നിട്ട് ഈ കുടുംബനാഥൻ പറയുകയായിരുന്നു: അച്ഛാ, ഞങ്ങൾ നല്ല അന്തസ്സായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം, ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു കുടുംബമുണ്ട്. ആ വീട്ടുകാർക്ക് ഞങ്ങളുടെ വളർച്ചയിൽ അസൂയ, അസ്വസ്ഥത. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ ഞങ്ങൾക്കെതിരെ കൂടോത്രം, മന്ത്രവാദം, ക്ഷുദ്രവിദ്യ പ്രയോഗം. അങ്ങനെയാണച്ചാ ഇന്ന് ഞങ്ങൾ തകർന്നത്. അങ്ങനെയാണച്ചാ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ എന്താണ് ഈ കുടുംബത്തിൻ്റെ പരാജയ കാരണം? കുടുംബത്തിൻ്റെ പരാജയ കാരണം
മുഴുവൻ ആരോപിക്കുന്നത് ആ കുടുംബം ചെയ്ത കുറേയധികം ക്ഷുദ്രവിദ്യ, ആ കുടുംബം ചെയ്ത കുറേയധികം കൂടോത്രം. കഴിഞ്ഞ നാളിൽ മറ്റൊരു വിദ്യാർത്ഥി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പരാജയപ്പെടാൻ കാരണം, എൻ്റെ പരീക്ഷയിൽ ഞാൻ പരാജയപ്പെടാൻ കാരണം എനിക്ക് ഓർമ്മശക്തിയില്ല അച്ഛാ, എനിക്ക് ഓർമ്മശക്തിയില്ല അച്ഛാ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പരീക്ഷയും ഞാൻ പരാജയപ്പെടാൻ കാരണം അത് വെറും സ്കൂളിലെ പരീക്ഷ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ ഞാൻ പരാജയപ്പെടാൻ കാരണം എന്താണെന്നറിയാവോ അച്ഛാ? അച്ഛാ, എനിക്ക് ഓർമ്മശക്തിയില്ല. മറ്റൊരു വ്യക്തി വന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്, അച്ഛാ, ഞാൻ നന്നായിട്ടൊരു ബിസിനസ്സൊക്കെ ചെയ്ത് കടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ മറ്റൊരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്ത് വന്ന് എന്നോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്ത് മുമ്പോട്ട് നീങ്ങി. അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ അച്ഛാ, ആ സുഹൃത്ത് എന്നെ വഞ്ചിച്ച് എൻ്റെ സ്ഥാപനം അടിച്ചെടുത്തു. എന്ന് മാത്രമല്ല, എനിക്കെതിരെ കുറേ കള്ളക്കേസുകളുണ്ടാക്കി. അച്ഛാ, എൻ്റെ പരാജയത്തിന് കാരണം എൻ്റെ സുഹൃത്ത് എന്നെ ചതിച്ചതാണ്. ഞാനിങ്ങനെ ചില സംഭവങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കാരണം, നിങ്ങളുടെ ഉള്ളിലും ഇതുപോലെ പരാജയത്തിന് കാരണമായിട്ടുള്ള ചില വ്യക്തികൾ, ചില സംഭവങ്ങളൊക്കെ ഇല്ലേ? ആ കുടുംബനാഥ പറഞ്ഞതുപോലെ, ആ ഭർത്താവിനെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരാജയ കാരണം. ആ കുടുംബം പറഞ്ഞതുപോലെ, മറ്റൊരു കുടുംബം ഞങ്ങൾക്കെതിരെ ക്ഷുദ്രവിദ്യ ചെയ്യുന്നതാണ് ഞങ്ങളുടെ പരാജയ കാരണം. ആ പഠിക്കുന്ന വിദ്യാർത്ഥി പറഞ്ഞ പോലെ, എൻ്റെ കഴിവുകേടാണ് എൻ്റെ പരാജയത്തിന് കാരണം. ബിസിനസ്സിൽ പരാജയപ്പെട്ട വ്യക്തി പറഞ്ഞതുപോലെ, എന്നെ ചതിച്ചതാണ് എൻ്റെ പരാജയ കാരണം. ഈ പരാജയ കാരണങ്ങൾ എണ്ണിപ്പെറുക്കിയാണ് ഇവർ ജീവിക്കുക. ഈ പരാജയ കാരണങ്ങൾ ഏതെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നവരുടെ തലയിലില്ലേ? നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന് മുമ്പിൽ നീയും ചില ആളുകളെ, ചില സംഭവങ്ങളെ, ചില പ്രസ്ഥാനങ്ങളെയൊക്കെ നിൻ്റെ പരാജയത്തിന് കാരണമായിട്ടും നീ കണക്കാക്കുന്നുണ്ടാവും. അതെന്തുമാവട്ടെ, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നീ വിശ്വസിക്കണം. നിൻ്റെ ഈ പരാജയത്തിൻ്റെയൊക്കെ നടുവിൽ ഈശോ ചോദിക്കുന്ന ചോദ്യം, നിനക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് കരുതണ്ട, നിൻ്റെ ജീവിതാവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നിനക്ക് വിജയിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ പരാജയത്തിൻ്റെ കാരണങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിൻ്റെ ജീവിതം നീ തളർത്തല്ലേ. കാരണം എന്താണെന്നറിയോ? നിൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിന്നെ വിജയിപ്പിക്കുന്ന കാരണങ്ങളല്ല. ഈ സാഹചര്യങ്ങളെല്ലാം ചില കാര്യങ്ങൾ നിന്നെ സഹായിക്കും. അടിസ്ഥാനപരമായ വിജയം അതെവിടെ നിന്നാണ് വരുന്നത്? അടിസ്ഥാനപരമായ വിജയം അതെവിടെ നിന്നാ? സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം? സങ്കീർത്തനം 27 തുടർന്നങ്ങോട്ട് സങ്കീർത്തകനായ ദാവീദ് കുറിച്ചു വച്ചിരിക്കുന്ന ചില വചനങ്ങളുണ്ട്. ആരെല്ലാം എനിക്കെതിരെ നിരന്നാലും, എന്തെല്ലാം എനിക്കെതിരെ സംഭവിച്ചാലും ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിന്നെ പരാജയപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളണം, അവ അങ്ങനെ നിൽക്കും. കാരണം അവയ്ക്കൊന്നിനും നിന്നെ തകർക്കാനാവില്ല. നിൻ്റെ ബുദ്ധി അതിന് കൊണ്ട് അടിയറ വയ്ക്കരുത്. ഇതാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് ജീവിക്കരുത്. കാരണം നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ, നീ വിജയിക്കാൻ മനസ്സുണ്ടോ, എങ്കിൽ നിൻ്റെ ദൈവം എത്ര പ്രായമുള്ളതാണെങ്കിലും എത്ര ദുർബലനാണെങ്കിലും നിന്നെ കർത്താവ് ഉയർത്തുമെന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഈ ഭൂമിയിൽ വിജയിച്ച മനുഷ്യരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? വിജയിച്ച മനുഷ്യർ, അത് വിശുദ്ധരാവട്ടെ, ലോകത്തിൻ്റെ മുമ്പിൽ വിജയിച്ചവരാവട്ടെ, ഏതുമാവട്ടെ, ചിന്തിച്ച് നോക്കിക്കേ. അവരൊക്കെ വിജയിച്ചത് അവരുടെ അനുകൂലമായ സാഹചര്യങ്ങളുടെ നടുവിലാണോ? അല്ല, പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലാണ് അവർ അതിനെതിരെ പോരാടി വിജയിച്ചത്. അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നിഷ്ക്രിയരായിപ്പോവും, നമ്മൾ മടിയന്മാരായിപ്പോവും. പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ്
നമ്മൾ വളരുന്നത്. പ്രിയപ്പെട്ടവരെ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് കേട്ടിട്ടില്ലേ? അതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ യുദ്ധം ചെയ്ത് വിജയിക്കണം. അല്ലാതെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നോർത്തിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി അനുകൂല സാഹചര്യമായി കിട്ടിയിട്ടുള്ള ആളുകൾ നോക്കിക്കേ. അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടിയിട്ടുള്ളവർ മിക്കവാറും മടിയന്മാരായി പോവും. പ്രിയപ്പെട്ടവരെ, പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റാം. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റാം. വിശുദ്ധർ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സകല കഥാപാത്രങ്ങളും പഠിപ്പിക്കുന്ന കാര്യമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അവർ അനുകൂല സാഹചര്യമാക്കി മാറ്റി. ഏറ്റവും നല്ല ഉദാഹരണം പൗലോസും സീലാസുമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ മനോഹരമായിട്ടുള്ള സംഭവം? പൗലോസും സീലാസും തടവറയിൽ കിടക്കുന്നു, കൽത്തുറുങ്കിനുള്ളിൽ കിടക്കുകയാണ്, ചങ്ങലക്കിട്ടപ്പെട്ടിരിക്കുന്നു. രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു സാധ്യതയില്ല. പുറത്ത് കാവൽക്കാർ, അതാ പുറത്ത് ചങ്ങലക്കിട്ടിരിക്കുന്നു, ഇവരുടെ ശരീരവും ചങ്ങലക്കിട്ടിരിക്കുന്നു. പ്രതികൂലമാണ് സാഹചര്യങ്ങൾ മുഴുവൻ. അനുകൂലമായിട്ട് വല്ലതുകൊണ്ടോ? ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇവരവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയതനുസരിച്ച് ആ പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂല സാഹചര്യങ്ങളായി മാറ്റപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇത് നിനക്കുള്ള ഒരു വെളിപ്പെടുത്തലായിട്ട് നീ സ്വീകരിക്കുക. നിന്റെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ കാരണങ്ങൾ എണ്ണിപ്പെറുക്കിക്കൊണ്ടിരിക്കാതെ, മറിച്ച് ആ പരാജയത്തിൻ്റെ കാരണങ്ങളുടെ നടുവിൽ നീ ദൈവത്തെ സ്തുതിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ദൈവം പ്രവർത്തിക്കും. ഈ കാലഘട്ടത്തിൽ തന്നെ വലിയൊരു ശാസ്ത്രജ്ഞനാണല്ലോ സർ ഐസക് ന്യൂട്ടൺ. ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ച വ്യക്തി സർ ഐസക് ന്യൂട്ടൺ. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിൽ വളർന്ന ഒരു ശാസ്ത്രജ്ഞൻ. കുടുംബത്തിൽ വളർത്തിയത് മുഴുവൻ അമ്മാമ്മയാണ്. അപ്പൻ്റെ അമ്മയാണ് ഈ സർ ഐസക് ന്യൂട്ടനെ വളർത്തുന്നത്. ഈ അമ്മാമ്മ എപ്പോഴും സർ ഐസക്കിനോട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞാൻ വായിച്ചു. എപ്പോഴും ഈ അമ്മ ഈ മോനോട് പറയും, മോനെ, ദൈവമാണ് നിൻ്റെ പിതാവ്, നീ കരയരുത്, അവിടുന്ന് നിനക്ക് ആവശ്യമായതെല്ലാം തന്ന് നിന്നെ വളർത്തും. ഐസക്കിനോട് പറഞ്ഞു, ഐസക്കെ, നീ എന്നും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവമാണ് നിൻ്റെ പിതാവ്, അവിടുന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് വളർത്തിക്കോളും. അമ്മയില്ലാത്തതിൻ്റെ ദുഃഖം വേണ്ട, ദൈവമാണ് നിൻ്റെ അപ്പനും അമ്മയും, നിനക്കാവശ്യമുള്ളതെല്ലാം തന്ന് വളർത്തിക്കൊള്ളും. പ്രതികൂലമായ സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ല് പോലെ ഒരു നിയമം, ഗുരുത്വാകർഷണ നിയമം പോലും ഇദ്ദേഹത്തിലൂടെ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. സങ്കീർത്തന പുസ്തകം 68 അധ്യായം 5-6 തിരുവചനം, മനോഹരമായ തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 68 5-6 വചനം എന്താണെന്നറിയാവോ? അവിടുത്തെ മുമ്പിൽ ആനന്ദിക്കുവിൻ, ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്കു പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്, അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു. അവിടെ ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവാണ്. ഐസക് എന്ന് പറയുന്ന ആ കുഞ്ഞിന് വളർച്ചയിൽ ആരായിരുന്നു പിതാവ്? ദൈവമായിരുന്നു പിതാവ്. ആ അമ്മാമ്മ അവനോട് പറഞ്ഞു കൊടുത്തു, മോനെ, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരപ്പനുണ്ട്, നിനക്കൊരമ്മയുണ്ട് എന്നുള്ള വിശ്വാസം ആ മകൻ്റെ ജീവിതത്തിൽ അടിയുറച്ചു നിന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആ വിശ്വാസം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ അഭിഷേകം പ്രാപിക്കാൻ പറ്റി. അവൻ ലോകജനതയ്ക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. ഞാനിത് പറയുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലാണ് നമ്മൾ വളരേണ്ടത്. എല്ലാം അനുകൂലമായി കിട്ടിയെന്ന് വിചാരിക്കരുത്. അനുകൂലമായിട്ട് ഏത് സാഹചര്യങ്ങളുണ്ടാവും? അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായ എല്ലാവരും തന്നെ മടിയന്മാരും നിഷ്ക്രിയരായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? വിജയിക്കാൻ ആഗ്രഹമുണ്ടോ? വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ പരാജയത്തിന് കാരണമായി എന്ന് കരുതുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് ആ കാര്യങ്ങളുടെ നടുവിൽ നീ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ആ തടസ്സങ്ങൾ എടുത്തു മാറ്റും.
ദൈവം ആ തടസ്സങ്ങൾ എടുത്തു മാറ്റും. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഏതൊരു ധ്യാനത്തിനും, പ്രത്യേകിച്ച് ഈ കാലയളവിലെ കരിസ്മാറ്റിക് ശുശ്രൂഷകളിലൊക്കെ എന്താ കാണുന്നത്? അവിടെയൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, അല്ലേ? തുടക്കം മുതൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തിനോർത്താണ് സ്തുതിക്കുന്നത്? സ്തുതിക്കുന്നത് മുഴുവൻ ജീവിതത്തിലെ കഷ്ടപ്പാടിനെയും സങ്കടങ്ങളെയും ഓർത്തുകൊണ്ട്, തമ്പുരാനെ ഇതാ നിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ തന്ന് സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിൻ്റെ പരാജയത്തിന് കാരണമായ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ആ കാര്യങ്ങളെല്ലാം തമ്പുരാൻ്റെ പക്കലേക്ക് സമർപ്പിക്കുക. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിന് 3 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായമൊക്കെ ആയി, പക്ഷേ കല്യാണം ഒന്നും നടക്കുന്നില്ല, പല തടസ്സങ്ങളും. ഈ അപ്പൻ വന്ന് ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഏറ്റവും മുൻവശത്ത് നിന്നുകൊണ്ട്, എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, എൻ്റെ മക്കളെ ഓർത്ത് സ്തുതിക്കുന്നു, എൻ്റെ കുടുംബത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഉടനെ തന്നെ ഒരു വ്യക്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ പുസ്തകത്തിൻ്റെ ചോദ്യം. അതായത്, ഈ അപ്പൻ, പെൺകുട്ടികളുടെ കല്യാണപ്രായമായി, കല്യാണം നടക്കുന്നില്ല, അതിനിടയിൽ ഈ അപ്പൻ ഇങ്ങനെ നിന്ന് സ്തുതിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ചുറ്റും. ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ അപ്പൻ വന്ന് സ്തുതിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? അപ്പൻ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഉത്തരം പോലെ ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അപ്പൻ വന്നിങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ആ കുടുംബത്തിൽ വിവാഹത്തോട് ബന്ധപ്പെട്ട് ഏതൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടാൻ തുടങ്ങും. ഒന്നാമത്തെ കാര്യം സ്ത്രീധനമാണ്. പണമാണ് പ്രശ്നമെങ്കിൽ കർത്താവ് സമ്പത്ത് ഒരുക്കും. ഇനി ഏതെങ്കിലും വ്യക്തികളോ സംഭവങ്ങളോ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ കർത്താവ് എടുത്തു മാറ്റും. ഈ കുട്ടികൾക്ക് ആവശ്യമായ ജീവിത പങ്കാളികളെ കർത്താവ് ചേർത്ത് വയ്ക്കും. എപ്പോഴാണ്? പ്രതികൂലമായ ആ കാര്യത്തെ ഓർത്തുകൊണ്ട് തമ്പുരാൻ കർത്താവിനെ സ്തുതിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റിയ ഒരു മേഖലയും ഇതുതന്നെയാണ്. നമുക്കൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടിയിട്ട് ഞാൻ സുവിശേഷം പറയാം, അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടിയിട്ട് ഒന്നും സംഭവിക്കുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരുപക്ഷെ നമ്മൾ ഈ ദേശത്ത് ജീവിക്കുമ്പോഴും ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ എന്നിട്ട് ഞാൻ വചനം പറയാൻ ഇറങ്ങാം, ഇങ്ങനെയൊക്കെ ആവട്ടെ എന്നിട്ട് ഞാൻ വചനം പറയാൻ ഇറങ്ങാം, എല്ലാ സൗകര്യങ്ങളും റെഡിയാവട്ടെ എന്നിട്ട് ഞാൻ വചനം പറയാൻ ഇറങ്ങാം, ഒരു ധ്യാനകേന്ദ്രത്തിൽ എന്നെ വചന ശുശ്രൂഷയ്ക്കൊന്ന് വിളിക്കട്ടെ എന്നിട്ട് ഞാൻ വചനം പറയാൻ ഇറങ്ങാം, 10,000 കൂടുന്ന ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടാവട്ടെ എന്നിട്ട് ഞാൻ വചനം പറയാൻ ഇറങ്ങാം. പ്രിയപ്പെട്ടവരെ, അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടിയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിൽ നിനക്ക് ചങ്കൂറ്റമുണ്ടോ? നിനക്ക് വിജയിക്കാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഒരു തീരുമാനമെടുക്കണം. എന്താ തീരുമാനം? ഈ പ്രതികൂലമായ സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു തന്ത്രം വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ടാണ്. അതാണ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് കിട്ടുന്ന കൃപ. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ കർത്താവിനെ ഭരമേൽപ്പിക്കുക, ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ആദ്യത്തെ ഒരു വാഗ്ദാനം ഇതാ കൃത്യമായിട്ടുണ്ട്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ, അങ്ങനെയെങ്കിൽ നിൻ്റെ രോഗപീഠകൾ സുഖമാക്കപ്പെടും, നിൻ്റെ കുടുംബത്തിലെ ഭക്ഷണം ഒരിക്കലും കുറയുകയില്ല, നിനക്ക് ദീർഘായുസ് കിട്ടും, നിൻ്റെ തടസ്സങ്ങൾ മാറും എന്നിങ്ങനെ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് നൽകുന്ന ഒരുപക്ഷെ ആദ്യത്തെ കൽപ്പനയാണത്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? നിൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായ കാര്യങ്ങൾ അനുകൂലമായി മാറ്റപ്പെടും. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം നിൻ്റെ ജീവിതത്തിൽ അപ്രകാരം ഒരു നിലപാടെടുക്കാൻ ദൈവം നിന്നെ പ്രചോദിപ്പിക്കുന്ന ഒരു സമയമാണ്. പ്രതികൂലമാണെന്ന് നീ കരുതുന്ന കാര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ 4 വ്യക്തികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഒന്ന്, ഭർത്താവ് മദ്യപാനിയാണ്,
ആ മദ്യപാനായ ഭർത്താവ് മൂലമാണ് എൻ്റെ ജീവിതം പരാജയപ്പെട്ടെന്ന് പറഞ്ഞു വന്ന ഒരു കുടുംബനാഥ. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, ആ സ്ത്രീയോട് പറഞ്ഞു, സഹോദരി, ഭർത്താവിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവിൻ. ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നന്മയും കാണാൻ പറ്റുന്നില്ലായിരിക്കാം, കുറവുകൾ ഒത്തിരി ഉണ്ടാവാം. ആ കുറവിൻ്റെ നടുവിൽ കർത്താവ് അനുഗ്രഹം നൽകും. നിൻ്റെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. ആ സ്ത്രീ അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ മുതൽ എന്ത് സംഭവിച്ചെന്നറിയാവോ? ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു ശാന്തത വരാൻ തുടങ്ങി. എല്ലാ ദിവസവും 10-15 മിനിറ്റ് സമയം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ സ്ത്രീ ആദ്യം ചെയ്യുന്ന കാര്യം, എൻ്റെ ദൈവമായ കർത്താവ് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, എൻ്റെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു, എൻ്റെ ഭർത്താവിൻ്റെ കുറവുകളെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രതികൂലമായ കാര്യങ്ങളെല്ലാം എടുത്ത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ സഹോദരി ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്, പിന്നീട് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി മാറാൻ തുടങ്ങി, ശാന്തത തുടങ്ങി, ഭർത്താവിൽ തന്നെ മാറ്റം വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞൊരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞു, ഓർമ്മശക്തി കിട്ടുന്നില്ല, അതിനെ ഓർത്തുകൊണ്ട് എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നിൻ്റെ ബുദ്ധി ദൈവം തന്നതാണ്. ആ ബുദ്ധിയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവ് കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. നിൻ്റെ ബലഹീനതയിൽ കർത്താവ് കൃപയാക്കി മാറ്റും. നീ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ്, പ്രിയപ്പെട്ട മകനെ, തമ്പുരാന് നന്ദി പറയുക, എനിക്ക് പഠിക്കാനുള്ള കഴിവ് തന്നതിനെ ഓർത്തുകൊണ്ട്, എൻ്റെ ആരോഗ്യത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കുക. അങ്ങനെ ആ മകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്നറിയാവോ? അവനിലേക്ക് ദൈവികമായ ഒരു ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങി. അവൻ്റെ കുറവ് അവൻ ഏറ്റെടുത്ത് ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ ബലഹീനതയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പൗലോസ്ലീഹായോട് പറഞ്ഞതുപോലെ ആ മകനോടും കർത്താവ് പറഞ്ഞു, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാവുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മകന് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. മറ്റൊരു കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഈ കുടുംബം എപ്പോഴും മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ എന്തോ കൂടോത്രം, കൈവിഷം ഒക്കെ ചെയ്തു, ക്ഷുദ്രവിദ്യ ചെയ്തു എന്നുള്ള ചിന്തയും കൊണ്ട് ഇവരുടെ ജീവിതം മുഴുവൻ എണ്ണിപ്പെറുക്കി നിരാശപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ആദ്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. എന്നാൽ അവർ തീരുമാനമെടുത്തു. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ തങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ആ കുടുംബത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ആ കുടുംബങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ കാര്യം എന്താണെന്നറിയാവോ? ഈ കുടുംബത്തിൽ ശാന്തത വന്നു ചേർന്നു എന്ന് മാത്രമല്ല, ശത്രുവെന്ന് കരുതിയ ആ കുടുംബാംഗങ്ങൾ ഈ വീട്ടിലോട്ട് കടന്നു വന്ന് സ്നേഹം പങ്കുവയ്ക്കാൻ തുടങ്ങി. അന്നോളം ഉണ്ടായിരുന്ന അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ കർത്താവ് എടുത്തു മാറ്റാൻ തുടങ്ങി. ഞാൻ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് കൂടെ ജോലി ചെയ്തിരുന്ന വ്യക്തി ചതിച്ചു എന്നതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ എന്നെ ചതിച്ചവൻ, അവൻ കാരണം ഞാൻ നശിച്ചു, അവൻ കാരണം ഞാൻ നശിച്ചു എന്ന് ചിന്തിച്ച വ്യക്തി, ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ആ ചതിച്ച വ്യക്തിക്ക് വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ വ്യക്തി പറഞ്ഞു, പറ്റില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, പറ്റണം, സാവധാനം ശ്രമിച്ചു നോക്ക്. തന്നെ ചതിച്ച ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പിന്നീട് സാവധാനം ഒരു ധ്യാനമൊക്കെ കൂടി അതൊരു തീരുമാനമായിട്ടെടുത്ത് അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു പ്രത്യേക പ്രാർത്ഥന, തൻ്റെ കൂടെ ജോലി ചെയ്ത് തന്നെ ചതിച്ച ആ വ്യക്തിയെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. സാവധാനം അവരുടെ കുടുംബത്തിലേക്ക് ശാന്തത കടന്നു വന്നു. ഒന്നാമതായിട്ട് ശാന്തത കടന്നു വന്നു. പിന്നീട് സംഭവിച്ച കാര്യം, ആ വിശ്വാസവഞ്ചന കാണിച്ച് ചതിച്ച് കടന്നുപോയ വ്യക്തി അതാ തിരിച്ചു വന്ന് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് സാമ്പത്തികമായി പോലും ഏൽപ്പിക്കുന്ന ഒരു സംഭവം പിന്നീട് സാക്ഷ്യമായിട്ട് ആ വ്യക്തി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം പറഞ്ഞെന്തിനെന്നറിയോ? നിനക്ക് വിജയിക്കാൻ മനസ്സുണ്ടോ? നിനക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരിക്കലും പരാജയത്തിൻ്റെ കാരണങ്ങൾ എണ്ണിപ്പെറുക്കിയിരിക്കല്ലേ. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ സമയമുള്ളൂ. എന്നാൽ നിൻ്റെ പ്രതികൂലമായ കാര്യങ്ങൾ അനുകൂലമായി മാറ്റുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം നീ വിശ്വസിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തെങ്കിലേക്ക് സ്വീകരിക്കുക. വചനം പഠിപ്പിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നിൻ്റെ പ്രതികൂലമായ കാര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കി മാറ്റും. അതിനുള്ള കൃപ ദൈവം നിനക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.